ഇനി നിങ്ങൾക്ക് ആ എംപ്ലോയേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഒരു കമൻറ്റ് ഇട്ടേക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിനെ കണ്ടെത്തി അവിടെ ടൈപ്പ് ചെയ്ത് അവിടെ റിപ്ലൈ ചെയ്ത് ഇട്ടേക്കാം. എന്നിട്ട് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിലെ കരിയേഴ്സ് ഓപ്ഷൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിലൂടെ ജെനുവിനായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇനി ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അവരുടെ കോൺടാക്റ്റസ് ഇമെയിൽ എടുക്കുക. എന്നിട്ട് അവർക്കൊരു ഇംപ്രസീവ് ഗുഡ് മോർണിംഗ്, സുഖമല്ല എല്ലാവർക്കും? ഞങ്ങൾക്ക് സുഖം തന്നെ കേട്ടോ. ഇവിടെ ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങി, കഴിഞ്ഞ 1-ാം തീയതി വിൻ്റർ തുടങ്ങി. എങ്കിലും ഇന്ന് നല്ല സണ്ണി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ പുറത്ത് നല്ല ചൂടൊക്കെ ഉണ്ട്. തണുപ്പുണ്ടെങ്കിലും നമുക്ക് ആ വെയിലത്തൂടെ നടന്നു പോകാനായിട്ട് സുഖമാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് 10, 20, 30 പ്രാവശ്യമൊക്കെ ഡിക്ലൈൻ ചെയ്ത് വരിക സ്വാഭാവികമാണ്. 100, 150 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയവരുണ്ട്. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് എംപ്ലോയേഴ്സ് ക്ഷണിച്ച് ജോലിക്ക് കൊണ്ടുപോയി എന്ന് വരും. അവർ നിങ്ങളെ ആ ലിങ്ക്ഡിനിലൂടെ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കും നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുപോലെ ജോലി കിട്ടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് മറക്കരുതേ. ഇനി അത് മാത്രമല്ല, ലിങ്ക്ഡിനിൽ ഇതുപോലുള്ള ഒരുപാട് എംപ്ലോയേഴ്സിൻ്റെ പ്രൊഫൈൽ കാണാം. ആ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടോ, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇമെയിൽ അയക്കാം. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സൂത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം തന്നെ എംപ്ലോയേഴ്സിനെ കണ്ടെത്തുക. എംപ്ലോയേഴ്സിനെ എങ്ങനെ കണ്ടെത്തും? നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജോബ് ഏതാണോ അതിനനുസരിച്ചുള്ള എംപ്ലോയേഴ്സിനെ കണ്ടെത്തുക. അതെ, ഇവിടെ ഞാൻ വർക്ക് വിസ ലോയേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിതിൽ നോക്കിക്കോ. സ്കിൽഡ് ഡിമാൻഡ് വിസയുടെ എല്ലാ കാര്യങ്ങളും ഇതിലറിയാം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ ഒരു ലിസ്റ്റും കൂടി ഇതിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു PDF വേർഷൻ കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 129 പേജുള്ള അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റും ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണുന്നതെല്ലാം അക്രഡിറ്റഡ് എംപ്ലോയേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ജോബ് ഏതാണോ അതിന് യോജിച്ച എംപ്ലോയേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ PDF വേർഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എംപ്ലോയേഴ്സിനെ കണ്ടെത്തണം. ഇനി അഥവാ കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എംപ്ലോയേഴ്സിനെ കണ്ടെത്തി തരാം. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ. എനിക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയാലേ ഒരു സമാധാനമാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം തപ്പിപ്പിടിച്ച് ഇവിടെ വീഡിയോ ചെയ്യുന്നത്. ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ നിന്ന് ഞാൻ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇപ്പോൾ ചില വിസകളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ലിസ്റ്റ് അവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നിട്ട് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിലെ കരിയേഴ്സ് ഓപ്ഷൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിലൂടെ ജെനുവിനായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇനി ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അവരുടെ കോൺടാക്റ്റസ് ഇമെയിൽ എടുക്കുക. എന്നിട്ട് അവർക്കൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഇമെയിൽ അയക്കുക. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, വിദ്യാഭ്യാസ യോഗ്യത ഇത്രയൊക്കെയാണ്, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ തയ്യാറാവുന്നത്, അത് നിങ്ങൾ തന്നെ എഴുതണം. അതുപോലെ തന്നെ ഈ ജോലി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഇമെയിൽ അയക്കുക. ഈ ഇമെയിലിൽ റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ റിസൾട്ട് ഉണ്ടായി ജോലി കിട്ടി വന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സൂത്രമാണ്. നിങ്ങളതൊന്ന് പ്രയോഗിച്ച് നോക്കുക കേട്ടോ. ഒരു ഇമെയിൽ അയച്ചു, അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ജോബൊന്നുമില്ല, ഫ്യൂച്ചറിൽ വരുന്ന ജോബ് വരുമ്പോൾ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ ഇമെയിൽ ചിലപ്പോൾ റിപ്ലൈ ചെയ്യും. വീണ്ടും 1 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ഇമെയിൽ അയക്കുക, റിപ്ലൈ ആയിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ 3-4 പ്രാവശ്യം ഇമെയിൽ അയക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടാം. ചാൻസ് ഉണ്ട്, ഒരു 60% ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ജോലി കിട്ടി വന്നവരെ എനിക്കറിയാം. നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഇമെയിൽ അയച്ച് കിട്ടി വന്നവരെ പലരും പല വീഡിയോസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടാവും.
ഇനി വേറൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ ഒരു ഏജൻസി വഴി അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഫ്രൂട്ട് പിക്കേഴ്സ്, അതുപോലെ ഫാർമേഴ്സ്, ഫാം വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഏജൻസികളിലൂടെ പൈസ വാങ്ങിച്ചിട്ട് ജോലി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ആദ്യം പൈസ ഒന്നും ചോദിക്കില്ല. പൈസയൊക്കെ ചോദിച്ച് പൈസയൊക്കെ കയ്യിലായി കഴിയുമ്പോൾ നമ്മുടെ പൈസയും പോവും, ജോലിയും കിട്ടില്ല. അപ്പോൾ ആ വഴിയൊന്നും പോകാണ്ടിരിക്കുക. നിങ്ങൾ ശരിക്കും വെബ്സൈറ്റിലൂടെ മാത്രം അപ്ലൈ ചെയ്യുക. ഇമെയിൽ അയച്ചിട്ട് അവരോട് ചോദിക്കുക. ഇനി ആ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതായത് ആ നോട്ടിഫിക്കേഷൻ മൊത്തം കോപ്പി ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ചെറിയ നോട്ട്, ഇതുപോലെ ഒരു CV എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ChatGPTയിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഓരോ ജോലിക്കും ഓരോ CV ഉണ്ടാക്കുക. ഈ ATS ട്രാക്കിങ്ങിൽ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ആയിരക്കണക്കിന് CV-യിൽ നിന്നും നിങ്ങളുടെ CV തിരഞ്ഞെടുക്കപ്പെടാനുള്ള ആദ്യത്തെ മാർഗമാണ് ഇമെയിൽ അയക്കുക. രണ്ടാമത്തെ മാർഗമാണ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കവർ ലെറ്ററും ഉണ്ടാക്കുക. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ചാൻസ് കൂടും. അപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മാരിയറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു പ്രമുഖ ഹോട്ടലുണ്ട്. ഇവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2 പേർക്കായിട്ടാണ് ലേബർ അഗ്രിമെൻറ്റും വിസയൊക്കെ അയച്ചു കൊടുക്കുന്നത്. ഈ 2 പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അവരെനിക്കത് അയച്ചു തന്നു. ഞാനപ്പോൾ അത് ലിങ്ക്ഡിനിൽ പോയിട്ട് അവിടുത്തെ ജനറൽ മാനേജറോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, റീസെൻ്റ്ലി ഇങ്ങനെ ഫേക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഞങ്ങൾ അറിയണുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ അപ്ലൈ ചെയ്യണ്ട. നിങ്ങൾ ആ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും വെബ്സൈറ്റിലൂടെ മാത്രം, അവരുടെ ലിങ്കിലൂടെ മാത്രം അപ്ലൈ ചെയ്യുക. അതായിരിക്കും ജെന്യുവൻ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളരാണ്ടിരിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുക. വിട്ടുകൊടുക്കാൻ പാടില്ല. കിട്ടുന്നത് വരെ അപ്ലൈ ചെയ്യുക. അതാണ് എൻ്റെ പോളിസി. എന്നാലേ നിങ്ങൾക്ക് ആ രീതിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെബ്സൈറ്റിലൂടെ മാത്രം അപ്ലൈ ചെയ്യുക. എംപ്ലോയറെ കണ്ടെത്തുക. എംപ്ലോയറെ കണ്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എംപ്ലോയറുടെ പേരിട്ട് തരാം. അപ്പോൾ അതിലൂടെ നിങ്ങൾ ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. വിദേശത്തേക്ക് പോകുക എന്നുള്ളത് മലയാളികളുടെ സ്വപ്നമാണ്. പണ്ടൊക്കെ ഗൾഫിലേക്കൊക്കെ പോയിരുന്നത്. ഇപ്പോൾ ഇത്തരം രാജ്യങ്ങളിലേക്കാണ്. കാരണം ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഹൈ കൾച്ചറാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 65 വയസ്സോ 70 വയസ്സോ വരെയൊക്കെ ജോലി ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. ഇനി 65 വയസ്സ് വരെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്ന ഒരു പെൻഷൻ സ്കീമുണ്ട്. പിന്നെ നമുക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഗവൺമെൻറ് എല്ലാ ആഴ്ചയിലും നമുക്ക് ആവശ്യമുള്ള പണം ഇങ്ങോട്ട് ഇട്ട് തന്നുകൊണ്ടിരിക്കും. നമുക്ക് വീട് വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. ആ കിട്ടുന്ന പണം കൊണ്ട് ചിലപ്പോൾ റെന്റിന് തന്നെ ലാസ്റ്റ് വരെ നമുക്കിവിടെ ജീവിക്കാം. ജീവിത അവസാനം വരെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വയസ്സായ ആളുകളെയും കുട്ടികളെയൊക്കെ നോക്കുന്നത് ഗവൺമെൻറ്റാണ്. 30% ടാക്സ് പിടിക്കുന്നുണ്ട് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും. എങ്കിലും അവർക്ക് ജോലിയില്ലാണ്ട് ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് അവർക്കും കൊടുക്കുന്നുണ്ട് ഇവിടെ ജോബ് സീക്കർ സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ അവർക്ക് ജോലിയില്ലാത്ത അവസ്ഥ, നിങ്ങളിപ്പോൾ ജോലി കിട്ടി ഇവിടെ വന്നിട്ട് കുറച്ച് നാൾ ജോലി പോയിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ PR എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോബ് സീക്കർ എന്ന് പറയുന്ന പണം എല്ലാ ആഴ്ചയിലും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ജോലി കിട്ടുന്നത് വരെ ഒരു ആശ്വാസമായില്ലേ. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ശ്രമിക്കാതിട്ടാണ് കിട്ടാത്തത്. 50 100 പ്രാവശ്യം ഡിക്ലെയർ ചെയ്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തളരാൻ പാടില്ല. കിട്ടുന്നത് വരെ പോരാടണം എന്ന് ഞാൻ പറയും. അപ്പം എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ see you. Bye bye.